യൂറോപ്പിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായിട്ടുള്ള രാജ്യം ഏതാണെന്നറിയാമോ? ആലോചിക്കേണ്ട, അത് ജർമ്മനിയാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് എന്തുകൊണ്ട് ജർമ്മനി പെർഫെക്റ്റ് ചോയ്സ് എന്നുള്ള കാര്യവും അവിടുത്തെ കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, എക്കണോമി തുടങ്ങി എല്ലാ കാര്യങ്ങളിലേക്കും വിശദമായി കടക്കാം. വെൽക്കം ടു JNS ഗ്ലോബൽ. ഷെങ്കൻ മേഖലയിലെ പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി. അതായത് ജർമ്മനിയിലേക്ക് ഒരു വിസ എടുത്തു കഴിഞ്ഞാൽ ഓസ്ട്രിയ, ലാറ്റ്വിയ, ലിത്വാനിയ, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങി 26-ൽ കൂടുതൽ രാജ്യങ്ങളിലാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ജർമ്മനിയിലെ ബെർലിനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നു. ആ കുട്ടി ഫ്രാൻസിൽ പാരീസിൽ എയ്ഫർ ടവറിന് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്നു. അതല്ല എങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ ആൽപ്സിൽ സ്നോ സ്പോർട്സ് ചെയ്യുന്നു. അതും വിസ ഹസൽ ഒന്നുമില്ലാതെ തന്നെ. ജർമ്മനി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുള്ള മൂന്നാമത്തെ രാജ്യമാണ്. GDPയിൽ മാത്രമല്ല, പ്രൊഡക്ടിവിറ്റിയിലും എക്സ്പോർട്സിലും ഇന്നൊവേഷനിലും ജർമ്മനി തന്നെയാണ് മുൻപന്തിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കരിയർ ബിൽഡ് ചെയ്യാനുള്ള എൻലെസ് ഓപ്പർച്യൂണിറ്റീസ് ജർമ്മനിയിൽ കിട്ടുന്നതും. ജർമ്മനി എഞ്ചിനീയേഴ്സിന്റെ സ്വപ്ന രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? മെക്കാനിക്കൽ, AI, റോബോട്ടിക്സ്, കെമിക്കൽ, ഏത് ഫീൽഡുമാകട്ടെ ജർമ്മൻ യൂണിവേഴ്സിറ്റീസും ജർമ്മൻ ഇൻഡസ്ട്രീസും എന്നും മുൻപന്തിയിലാണ്. BMW, Audi, ബെൻസ് തുടങ്ങി വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ഹോം കൺട്രിയാണ് ജർമ്മനി. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എഞ്ചിനീയേഴ്സിന്റെ സ്വപ്ന രാജ്യമായി ജർമ്മനി മാറിയത്. ജർമ്മനി ഒരു ഫെഡറൽ പാർലമെന്ററി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ഇത്രയും വലിയ ജനാധിപത്യ രാജ്യത്തിൽ തീർച്ചയായും ലോ ആൻഡ് ഓർഡർ ശക്തമായിരിക്കും. ഫ്രീഡം, ഇക്വാലിറ്റി, ഡൈവേഴ്സിറ്റി ഇവയെല്ലാം ജർമ്മനി ഉറപ്പാക്കുന്നു. സോഷ്യൽ മാർക്കറ്റ് എക്കണോമിയിൽ ഹൈലി സ്കിൽഡ് ലേബർ ഫോഴ്സ്, ലോ കറപ്ഷൻ, ഹൈ ഇന്നൊവേഷൻ തുടങ്ങിയവയെല്ലാം ജർമ്മൻ എക്കണോമിയുടെ പില്ലേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ടോപ്പ് ഇൻവെസ്റ്റേഴ്സ്, റിസർച്ചേഴ്സ്, സ്റ്റുഡൻസ് എല്ലാം ടാർഗറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായി ജർമ്മനി മാറിയിരിക്കുന്നു. ജർമ്മനി ലോകത്തിലെ 3rd ലാർജസ്റ്റ് ഇമ്പോർട്ടർ ആൻഡ് എക്സ്പോർട്ടർ ആണ്. ട്രേഡ് സർപ്ലസിൽ ചൈനയ്ക്ക് ശേഷം വരുന്ന രാജ്യവും ജർമ്മനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ലോജിസ്റ്റിക്, മാനേജ്മെന്റ്, ഫിനാൻസ് എന്നീ മേഖലകളിൽ വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നൽകുന്നത്. ഇന്നൊവേഷനിലും ജർമ്മനി പിന്നിലല്ല. 2024-ലെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 9-ാം സ്ഥാനത്താണ് ജർമ്മനി. ഓട്ടോമൊബൈൽ ടെക്നോളജിയിൽ നിന്നും റിന്യൂവബിൾ എനർജിയിലേക്കും സ്പേസ് സയൻസിലേക്കും ജർമ്മൻ ഇന്നൊവേഷൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജർമ്മനിയെ കുറിച്ച് സംസാരിക്കാം. ജർമ്മനിയുടെ കറൻസി വരുന്നത് യൂറോ ആണ്. ക്യാപിറ്റൽ ആകട്ടെ ബേർലിനും. ബേർലിൻ ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റി മാത്രമല്ല, മറിച്ച് ആർട്സ്, കൾച്ചർ, പൊളിറ്റിക്സ്, എഡ്യൂക്കേഷൻ തുടങ്ങിയവയെല്ലാം നിറഞ്ഞ ഒരു മോഡേൺ ഹബ്ബ് കൂടിയാണ്. ജർമ്മനി യൂറോപ്പിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ്, പോളണ്ട്, ഡെൻമാർക്ക് എന്നിവയാണ് നെയ്ബറിംഗ് കൺട്രീസ്. ബെർലിൻ, മ്യൂണിക്, ഹാംബർഗ്, ഫ്രാങ്ക്ഫർട്ട് ഇങ്ങനെ പോകുന്നു ജർമ്മനിയിലെ നഗരങ്ങൾ. ഓരോ നഗരങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ബെർലിൻ ഹിസ്റ്ററിക്കും കൾച്ചറിനുമാണ് ഫേമസ് എങ്കിൽ മ്യൂണിക് ഒക്ടോബർ ഫെസ്റ്റിനും ഓട്ടോമൊബൈൽസിനുമാണ് ഫേമസ് ആയിരിക്കുന്നത്. ഫ്രാങ്ക്ഫർട്ട് ആവട്ടെ ഫിനാൻസ് ക്യാപിറ്റലാണ്. ഹാംബർഗ് പോർട്ട് സിറ്റിയും. ഇങ്ങനെ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ ഫീൽഡ് അനുസരിച്ച് നഗരങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, കെമിക്കൽ, IT, റിന്യൂവബിൾ എനർജി തുടങ്ങിയവയാണ് ജർമ്മനിയിലെ മേജർ ഇൻഡസ്ട്രീസ്. BMW, Audi, മെഴ്സിഡസ് ബെൻസ്, സീമെൻസ്, പൂമ തുടങ്ങിയ ബ്രാൻഡുകൾ ജർമ്മനിയുടെ ഗ്ലോബൽ ഐഡന്റിറ്റിയാണ്. ഇന്ത്യ ജർമ്മനിയേക്കാൾ 3.5 മണിക്കൂർ മുന്നിലാണ്. അതായത് ജർമ്മനിയിൽ രാത്രി 12 മണിയായാൽ ഇന്ത്യയിൽ രാവിലെ 3:30 സമയം. യൂറോപ്പിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ് ജർമ്മനി. 2ാമത്തെ പോപ്പുലസ് കൺട്രിയും ജർമ്മനി തന്നെ. ഇത്രയും വലിയ സ്കിൽഡ് പോപ്പുലേഷൻ കാരണമാണ് ജർമ്മനിയുടെ എക്കണോമി ഇത്രയും ശക്തമായി നിലനിർത്താൻ സാധിക്കുന്നത്. ജർമ്മനിയിലെ ജനസംഖ്യയിൽ 13% പേർ 15 വയസ്സിൽ താഴെയുള്ളവരും 22% പേർ 65 വയസ്സിൽ കൂടുതലുള്ളവരും 10% പേർ 15-നും 24-നും ഇടയിൽ പ്രായമുള്ളവരുമാണ്. അതായത് ജർമ്മനിയിലെ ഏജിംഗ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ സ്കിൽഡ് സ്റ്റുഡൻസിന് ജർമ്മനിയിൽ അവസരങ്ങൾ വളരെ ഏറെയാണ്. ജർമ്മനിക്ക് അവരെ വളരെ അത്യാവശ്യവുമാണ്. ജർമ്മനിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള റിസർച്ച് ഓറിയന്റഡ് പ്രാക്ടിക്കൽ നോളജ് ബേസ്ഡ് സംവിധാനമാണ്. ഇനി നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയിലേക്ക് കടക്കാം. ബാച്ചിലേഴ്സ് കോഴ്സസ് സാധാരണയായി ജർമ്മനിയിൽ 3 വർഷം മുതൽ 4 വർഷം വരെയാണ്. എന്നാൽ അതിനു മുൻപായി ഒരു വിദ്യാർത്ഥി 13 വർഷത്തെ പ്രൈമറി എഡ്യൂക്കേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല +2-വിൽ 60%-ൽ കൂടുതൽ മാർക്കും ആവശ്യമാണ്. ഇനി നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയിലേക്ക് കടക്കാം.
മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ജർമ്മനിയിൽ 1.5 വർഷം മുതൽ 2 വർഷം വരെയാണ് ഡ്യൂറേഷൻ. IT, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, മാനേജ്മെന്റ്, ഹെൽത്ത് സയൻസ്, സോഷ്യൽ സയൻസ് തുടങ്ങി വൈഡ് റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ജർമ്മനിയിൽ അവൈലബിൾ ആണ്. അഡ്മിഷന് വേണ്ടി UGയിൽ 70% മുകളിൽ മാർക്ക് വേണം. ജർമ്മനിയിൽ ഏകദേശം 240ഓളം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നതും ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ഫ്രീ എഡ്യൂക്കേഷനുമാണ്. ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കില്ല. ചില യൂണിവേഴ്സിറ്റീസ് സംവൈസ് കോൺട്രിബ്യൂഷൻ വാങ്ങിക്കാറുണ്ട്. അതേപോലെ തന്നെ ജർമ്മനിയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും അവൈലബിൾ ആണ്. 113ഓളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് ജർമ്മനിയിലുള്ളത്. ഇവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ തർക്കമില്ലെങ്കിലും ട്യൂഷൻ ഫീസ് ഉണ്ടാകാറുണ്ട്. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഇനി ലാംഗ്വേജ് റിക്വയർമെന്റ്സിലേക്ക് വരാം. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് IELTS കമ്പൽസറി ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും പ്ലസ് ആയിരിക്കും. അവിടെ ജോബ് സെർച്ച് ചെയ്യാനും പാർട്ട് ടൈം ജോബ് എളുപ്പം ലഭിക്കുവാനും ജർമ്മൻ ലാംഗ്വേജ് ഉപയോഗപ്രദമായിരിക്കും. പാർട്ട് ടൈം ജോബിലേക്ക് കടക്കാം. ജർമ്മനിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കുന്ന സമയത്ത് ആഴ്ചയിൽ 20 മണിക്കൂറും വെക്കേഷൻ സമയത്ത് ആഴ്ചയിൽ 40 മണിക്കൂറും പാർട്ട് ടൈം ജോബ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിംഗ് എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും കൺസേൺ ഉള്ള മറ്റൊരു വിഷയമാണ് സ്റ്റേ-ബാക്ക് ഓപ്ഷൻ. ജർമ്മനിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 1.5 വർഷമാണ് സ്റ്റേ-ബാക്ക്. ഇത് നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാനും കരിയർ ബിൽഡ് ചെയ്യാനും കൂടുതൽ ഉപയോഗമായിരിക്കും. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും കൺസേൺ ഉള്ള മറ്റൊരു വിഷയമാണ് PR ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. ജർമ്മനിയിൽ നിങ്ങൾക്ക് PR ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. അതിനായി ജർമ്മനിയിൽ മിനിമം 3 വർഷമെങ്കിലും ഫുൾ ടൈം ജോലി ചെയ്യുകയും ടാക്സ് പേയ്മെന്റും അതോടൊപ്പം തന്നെ ജർമ്മൻ ലാംഗ്വേജ് B1 ലെവൽ ക്ലിയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR-ന് അപേക്ഷിക്കാം. ജർമ്മനി വെറുമൊരു രാജ്യം മാത്രമല്ല, അതൊരു സ്വപ്നമാണ്. സ്റ്റേബിൾ എക്കണോമി, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ, ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച്, ട്രാവൽ ഫ്രണ്ട്ലി ലൊക്കേഷൻ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇവയെല്ലാം കൂടി ചേർന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് ജർമ്മനി. നിങ്ങൾക്കും ജർമ്മനിയിൽ ഹയർ സ്റ്റഡി ചെയ്യാനുള്ള മോഹമുണ്ടോ? JNS ഗ്ലോബൽ നിങ്ങൾ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ കൂടെയുണ്ട്. സ്റ്റഡി ഇൻ ജർമ്മനിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായി താഴെ കമന്റ് ചെയ്യുകയോ ഞങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതോ ആണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യൂ. താങ്ക്